നമസ്കാരം. ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ കേരള PSC അധ്യാപക അഭിമുഖങ്ങളെക്കുറിച്ചുള്ള ഒരു കൂട്ടം രേഖകളുണ്ട്, പ്രത്യേകിച്ച് ഈ HSA, LPUP പോലുള്ള തസ്തികകളിലേക്ക്. അതെ, കോച്ചിംഗ് സെന്ററുകൾ നൽകുന്ന ലേഖനങ്ങള്, പിന്നെ വിദഗ്ധരുടെ നിർദ്ദേശങ്ങള്, പിന്നെ അല്പം അപ്രതീക്ഷിതമായിട്ടൊരു സർക്കാർ ഉത്തരവും. അതെ അതെ. അപ്പം നമ്മുടെ ലക്ഷ്യം ഇതാണ്: ഈ രേഖകളിലെ ഉപദേശങ്ങളെല്ലാം ഒന്ന് അരിച്ച് ഏറ്റവും പ്രായോഗികമായ തന്ത്രങ്ങൾ കണ്ടെത്തുക, ആ ഇന്റർവ്യൂ മുറിയിലേക്ക് ആത്മവിശ്വാസത്തോടെ നടന്നു കയറാൻ നിങ്ങളെ സഹായിക്കുക. ഇതൊരു ചോദ്യോത്തര പട്ടികയല്ല. അല്ല. അഭിമുഖത്തെ സമീപിക്കേണ്ട രീതി, നമ്മുടെ മനോഭാവം, എന്തിന് നമ്മുടെ കരിയറിനെ ദീർഘകാലം സ്വാധീനിച്ചേക്കാവുന്ന നിയമവശങ്ങൾ വരെ നമ്മൾ സംസാരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം, തയ്യാറെടുപ്പുകളിൽ നിന്ന് തന്നെ. ശരി. അഭിമുഖത്തിന് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഈ രേഖകളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത് നിങ്ങളുടെ വിഷയത്തിലുള്ള അറിവ് മാത്രം അളക്കാനുള്ള ഒരു പരീക്ഷയല്ല, അത് റാങ്ക് ലിസ്റ്റ് വന്നതോടെ തെളിഞ്ഞു കഴിഞ്ഞു, ഇത് മറ്റെന്തോ ആണ്. കൃത്യമായി പറഞ്ഞാൽ അതൊരു വ്യക്തിത്വ പരീക്ഷയാണ്. അഭിമുഖത്തിന് സാധാരണ 20 മാർക്കാണുള്ളത്. കേൾക്കുമ്പോൾ ചെറുതൊന്നു തോന്നും. പക്ഷേ എഴുത്തു പരീക്ഷയിൽ ഒരേ മാർക്ക് വാങ്ങിയ 100 കണക്കിന് പേരുണ്ടാകും. അവിടെയാണ് ഈ 20 മാർക്ക് നിർണായകമാകുന്നത്. ശരിയാണ്. അതിൽ കിട്ടുന്ന 1-2 മാർക്കിന്റെ വ്യത്യാസം മതി നിങ്ങളുടെ റാങ്ക് 100 കണക്കിന് സ്ഥാനങ്ങൾ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ. അതുകൊണ്ട് ഇതിന് നിസ്സാരമായി കാണുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താൻ സഹായിക്കുന്നത് ഈ അറിവിനപ്പുറമുള്ള കാര്യങ്ങളാണെന്നാണ്. വിഷയത്തിൽ മിക്കവാറും എല്ലാവർക്കും ഒരുപോലത്തെ നിലവാരമുണ്ടാകുമല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് പെഡഗോജി, സൈക്കോളജി പോലുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്. ഒരു നിമിഷം, ഈ വാക്കുകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പെഡഗോജി, സൈക്കോളജി. ലളിതമായി പറഞ്ഞാൽ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു ഉദ്യോഗാർത്ഥിയില് അവരെന്താണ് തിരയുന്നത്? നല്ല ചോദ്യമാണ്. വിഷയമറിയുന്നത് ഒരു കാര്യം, പക്ഷെ ആ അറിവ് പല നിലവാരത്തിലുള്ള കുട്ടികളിലേക്ക് എങ്ങനെ എത്തിക്കും? അതാണ് പെഡഗോജി. കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി അവരുടെ പ്രായത്തിനും കഴിവിനുമനുസരിച്ച് പഠിപ്പിക്കാനുള്ള കഴിവ്. സൈക്കോളജി എവിടെയാണ് വരുന്നത്? ഓഹോ. ചുരുക്കത്തിൽ, നിങ്ങളൊരു നല്ല വിദ്യാർത്ഥിയാണോ എന്നല്ല, നിങ്ങൾ ഒരു നല്ല അധ്യാപകനാകാൻ കഴിവുള്ള ആളാണോ എന്നാണ് അവർ നോക്കുന്നത്. വ്യക്തമായി. അപ്പോ വിഷയത്തിനപ്പുറം പഠിപ്പിക്കാനുള്ള കഴിവ്. മറ്റെന്താണ് തയ്യാറെടുപ്പിൽ ശ്രദ്ധിക്കേണ്ടത്? ആനുകാലിക സംഭവങ്ങൾ ഒരു പ്രധാന ഘടകമാണെന്ന് പല ലേഖനങ്ങളിലും കാണുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. അഭിമുഖത്തിന് തൊട്ടുമുൻപുള്ള ഒരു 3-4 ദിവസത്തെ പത്രങ്ങളെങ്കിലും നിർബന്ധമായും വായിച്ചിരിക്കണം. അത്രയെങ്കിലും വേണം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ഉദാഹരണത്തിന്, ഇന്ത്യയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് ഒരു ചോദ്യം വരാം. കേരളത്തിലെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നിങ്ങളുടെ സാമൂഹികമായ ജാഗ്രതയെയാണ് കാണിക്കുന്നത്. അതായത് ക്ലാസ് മുറിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളല്ല എന്ന്. അതെ, പുറം ലോകത്തെക്കുറിച്ചും ബോധവാനാണെന്നൊരു സന്ദേശമാണത് നൽകുന്നത്. ശരി. അപ്പോ വിഷയജ്ഞാനം, പെഡഗോജി, ആനുകാലിക ബോധം. ഇനി ബയോഡാറ്റയുടെ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ കയ്യിലുള്ള എല്ലാ വിദഗ്ധോപദേശങ്ങളിലും പറയുന്നു അഭിമുഖത്തിലെ ആദ്യത്തെ ചോദ്യങ്ങൾ വരുന്നത് നിങ്ങളുടെ ബയോഡാറ്റയിൽ നിന്നായിരിക്കുമെന്ന്. അതെ, അതൊരു തരം കെണിയാണ്. അതെങ്ങനെയാ കെണിയാകുന്നത്? കാരണം അത് പൂരിപ്പിക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് അതിലെഴുതുന്ന ഓരോ വാക്കിനും നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഹോബികളുടെ കാര്യം തന്നെ എടുക്കാം. വായന എന്നെഴുതുന്നത് വളരെ സാധാരണമാണ്. സത്യം. അതൊരു ക്ലീശയല്ലേ? ഒരുപാട് പേരത് വെറുതെ എഴുതുന്നതായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്? അവിടെയാണ് മിടുക്ക് കാണിക്കേണ്ടത്. വെറുതെ വായന എന്ന് പറയുന്നതിന് പകരം ചോദ്യം വരുമ്പോൾ അതിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാൻ കഴിയണം. ഉദാഹരണത്തിന്, ഏറ്റവും ഒടുവിൽ വായിച്ച പുസ്തകം ഏതാണ് എന്ന ചോദ്യത്തിന് തയ്യാറായിരിക്കണം. ആ പുസ്തകത്തെക്കുറിച്ചോ എഴുത്തുകാരനെക്കുറിച്ചോ പറയാൻ കഴിയണം. ഡോക്ടർ മൻസൂർ അലിയുടെ ലേഖനത്തിലെ ഒരു ഉദാഹരണം വളരെ നല്ലതാണ്. എന്തായിരുന്നു അത്? വായനയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ വായനാദിനം PN പണിക്കരുടെ ചരമദിനമാണെന്ന ഒരു അധിക വിവരം പറയുന്നത് കേൾക്കുന്നവരിൽ മതിപ്പുളവാക്കും. ഇത് കാണിക്കുന്നത് നിങ്ങളുടെ ഹോബി ഉപരിപ്ലവമല്ല, അതിൽ നിങ്ങൾക്ക് ആഴത്തിലുള്ള താൽപ്പര്യമുണ്ട് എന്നാണ്. ശരി. അപ്പൊ നമ്മൾ നല്ലവണ്ണം തയ്യാറെടുത്തു, ബയോഡേറ്റയൊക്കെ കൃത്യമാക്കി, ആ ഇന്റർവ്യൂ മുറിയുടെ വാതിൽക്കലെത്തി. ഇനി അകത്തേക്ക് കയറുമ്പോൾ മുതൽ അവർ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അവിടെ നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? നിങ്ങൾ ആ മുറിയിലേക്ക് കടക്കുന്ന നിമിഷം മുതൽ അഭിമുഖം തുടങ്ങി എന്ന് കരുതണം. വസ്ത്രധാരണമാണ് ആദ്യത്തെ കാര്യം. അതെ. ജീൻസ്, ടീഷർട്ട് പോലുള്ള കാഷ്വൽ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പുരുഷന്മാർക്ക് ഫോർമൽ പാൻസും ഇളം നിറത്തിലുള്ള ഷർട്ടും,
സ്ത്രീകൾക്ക് സാരിയോ ചുരിദാറോ ആകാം. ലളിതവും വൃത്തിയുള്ളതുമായ വസ്ത്രധാരണം. ഇതിന്റെ മനഃശാസ്ത്രം എന്തായിരിക്കും? വെറുമൊരു ഔപചാരികതയ്ക്ക് വേണ്ടിയാണോ ഇത്? അല്ല, ഓർക്കണം, ഈ ബോർഡിലിരിക്കുന്ന പലരും പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ളവരാണ്. ശരിയാണ്. അവർക്ക് നിങ്ങളുടെ വസ്ത്രധാരണമെന്നത് വെറുമൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് അല്ല, മറിച്ച് നിങ്ങൾ ഈ പ്രൊഫഷന് നൽകുന്ന ബഹുമാനത്തിന്റെയും സർക്കാർ സംവിധാനത്തിന്റെ ചിട്ടവട്ടങ്ങൾ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണെന്നതിന്റെയും ആദ്യത്തെ തെളിവാണ്. അതായത് ഐ എം സീരിയസ് അബൌട്ട് ദിസ് ജോബ് എന്ന് പറയാതെ പറയുന്നൊരു രീതി. അതെ, അതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വസ്ത്രധാരണം കഴിഞ്ഞാൽ പിന്നെ ശരീരഭാഷയാണല്ലോ. മുറിയിലേക്ക് അനുവാദം ചോദിച്ച് കയറുക, പുഞ്ചിരിയോടെ അഭിവാദ്യം ചെയ്യുക, നിവർന്നിരിക്കുക, ഇതൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ. അതെ, പക്ഷെ ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ദ്രോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലേഖനത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ഓഹോ, എന്തൊക്കെയാണത്? കസേരയിൽ ചാരിയിരിക്കുക, കൈകൾ കെട്ടിയിരിക്കുക, മേശപ്പുറത്ത് താളം പിടിക്കുക, ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കുക. ഇതെല്ലാം അക്ഷമയുടെയും അനാദരവിന്റെയും ലക്ഷണങ്ങളായി വ്യാഖ്യാനിക്കാം. ശരി ശരി. ചിലപ്പോൾ ബോർഡിലുള്ളവർ മനഃപൂർവ്വം നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചേക്കാം. എന്തിന്? അതൊരു സ്ട്രെസ് ടെസ്റ്റാണ്. സമ്മർദ്ദ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എത്രത്തോളം ശാന്തമായി നിൽക്കാൻ കഴിയുമെന്ന് അവർ അളക്കുകയാണ്. ആ, ദേഷ്യപ്പെടുകയോ ശബ്ദമുയർത്തുകയോ ചെയ്താൽ നിങ്ങൾ ആ നിമിഷം പരാജയപ്പെട്ടു. അതായത് അവരുടെ ലക്ഷ്യം നമ്മുടെ അഴിവ് മാത്രമല്ല, നമ്മുടെ മനോനിലയും അളക്കുക എന്നതാണ്. ഇനി ചോദ്യങ്ങളിലേക്ക് വരാം. എല്ലാ അഭിമുഖങ്ങളിലും കേൾക്കുന്ന വളരെ ലളിതെന്ന് തോന്നുന്ന ഒരു ചോദ്യമുണ്ട്: എന്തിനാണ് ടീച്ചറാകുന്നത്? പക്ഷേ നിങ്ങളുടെ ഈ രേഖകൾ പറയുന്നത് ഇതിന്റെ ഉത്തരം അത്ര ലളിതമല്ല എന്നാണ്. ഇവിടെയാണ് ഉദ്യോഗാർത്ഥിയുടെ ആത്മാർത്ഥത അളക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായും. വേറെ ജോലി കിട്ടാത്തതുകൊണ്ട് വന്നു എന്ന മട്ടിലുള്ള സത്യസന്ധത ഇവിടെ ഗുണം ചെയ്യില്ല. അപ്പോ എന്തു പറയും? ആത്മാർത്ഥമായ, എന്നാൽ പോസിറ്റീവായ ഒരു ഉത്തരം വേണം. നിങ്ങളെ സ്വാധീനിച്ച ഒരു അധ്യാപകനെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് സംസാരിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാരണം കണ്ടെത്തുക. അത് ആ ഉത്തരത്തിനൊരു ജീവൻ നൽകും. അതുപോലെ സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ക്ലാസ്സിൽ ഭയങ്കര വികൃതിയുള്ള ഒരു കുട്ടിയെ എങ്ങനെ കൈകാര്യം ചെയ്യും? അല്ലെങ്കിൽ പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും എന്നിങ്ങനെയുള്ളവ. അത്തരം ചോദ്യങ്ങൾക്കുത്തരം പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ഉത്തരം വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം, സ്റ്റുഡന്റ് സെൻട്രിക്. അതെങ്ങനെയാണ്? ഞാൻ ആ കുട്ടിയെ ശകാരിക്കും എന്നല്ല, ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും, ആവശ്യമെങ്കിൽ രക്ഷിതാക്കളോട് സംസാരിക്കും എന്നൊക്കെ പറയുന്നതാണ് ശരിയായ രീതി. അത് നിങ്ങളുടെ പക്വതയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവും കാണിക്കുന്നു. ഇനി ഏറ്റവും വലിയ വെല്ലുവിളി: അറിയാത്തൊരു ചോദ്യം വന്നാൽ എന്തു ചെയ്യും? എല്ലാ രേഖകളും ഒരേ കാര്യം പറയുന്നു. കള്ളം പറയരുത്, ഊഹിക്കാൻ ശ്രമിക്കരുത്. അത് അപകടമാണ്. അതെ, ക്ഷമിക്കണം സാർ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് വിനയത്തോടെയും ആത്മവിശ്വാസത്തോടെയും പറയുക. അത് നിങ്ങളുടെ സത്യസന്ധതയുടെ തെളിവാണ്. എല്ലാം അറിയുന്ന ഒരാളെ അല്ല അവർക്കാവശ്യം. ശരിയാണ്. അറിയാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ മടിയില്ലാത്ത, പഠിക്കാൻ തയ്യാറുള്ള ഒരാളെയാണ്. ഒരു കാര്യം കൂടി, സാധാരണയായി നിങ്ങളുടെ ഒരു ഉത്തരത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം വരുന്നത്. അത് ശരിയാണ്. അതുകൊണ്ട് സംഭാഷണം നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന വിഷയങ്ങളിലേക്ക് പതുക്കെ നയിക്കാൻ ശ്രമിക്കുന്നത് ഒരു നല്ല തന്ത്രമാണ്. ഇവിടെയാണ് ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസിന്റെ സാധ്യത വരുന്നത്. ചിലപ്പോഴൊരു ചെറിയ വിഷയം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടേക്കാമെന്ന് ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. അതൊരു വലിയ കടമ്പയല്ലേ? മുൻകൂട്ടി തയ്യാറെടുക്കാതെ അതെങ്ങനെ ചെയ്യും? അതൊരു കടമ്പയല്ല, സുവർണാവസരമാണ്. ഓഹോ. നിങ്ങളുടെ അധ്യാപന മികവ് നേരിട്ട് കാണിച്ചു കൊടുക്കാനുള്ള അവസരം. അതിനായി മുൻകൂട്ടി തയ്യാറെടുക്കണം. നിങ്ങളുടെ വിഷയത്തിലെ വളരെ ലളിതവും എന്നാൽ പ്രധാനപ്പെട്ടതുമായ ഒരാശയം തിരഞ്ഞെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് അവതരിപ്പിക്കാൻ പാകത്തിന്. ഒരു ഉദാഹരണം പറയാമോ? സയൻസ് ടീച്ചറാണെങ്കിൽ ബാഷ്പീകരണം എന്താണെന്ന് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാം. കണക്ക് ടീച്ചറാണെങ്കിൽ പൈതഗോറ സിദ്ധാന്തം. അപ്പോൾ എന്തൊക്കെയാണ് അവരെ ഡെമോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത്? പല കാര്യങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് വിഷയം അവതരിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരഭാഷ, ശബ്ദത്തിലുള്ള വ്യതിയാനങ്ങൾ, നിങ്ങൾ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന രീതി. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്നതിലും കാര്യമുണ്ടോ? തീർച്ചയായും. ബോർഡിന്റെ ഒരു വശത്തുനിന്ന് എഴുതുക, എഴുതിയത് മറയ്ക്കാതെ നിൽക്കുക, ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. ആശയക്കുഴപ്പമില്ലാതെ വളരെ വ്യക്തമായി കാര്യങ്ങൾ പറയാനുള്ള നിങ്ങളുടെ കഴിവാണ് അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. വളരെ നല്ലതാണ്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. കൊള്ളാം.
അപ്പോൾ നിങ്ങൾ നന്നായി തയ്യാറെടുത്തു, മികച്ച രീതിയിൽ പെർഫോം ചെയ്തു, അഭിമുഖം പാസായി, അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടി. കഥ അവിടെ തീർന്നോ? ഇല്ല, യഥാർത്ഥത്തിൽ കഥ തുടങ്ങുന്നതേയുള്ളൂ. അതെന്താ അങ്ങനെ? നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ ഉത്തരവ് കാണിക്കുന്നത് അതാണ്. ഒരു ജോലി നേടുന്നതും ആ ജോലിയിൽ വളരുന്നതും രണ്ട് വ്യത്യസ്ത കളികളാണ്. ആ സർക്കാർ ഉത്തരവ് ശരിക്കും കൗതുകമുണർത്തുന്ന ഒന്നാണ്. വർഷങ്ങളോളം സർവീസുള്ള ഒരു കൂട്ടം ഹിന്ദി അധ്യാപകർക്ക് ഹെഡ്മാസ്റ്റർ പ്രൊമോഷൻ നിഷേധിക്കപ്പെടുന്നു. കാരണം അവർക്ക് ബി.എഡ് ഇല്ല. അതെ, അവർക്ക് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുണ്ട്, ഹിന്ദി ടീച്ചേഴ്സ് ട്രെയിനിംഗ് പോലുള്ള മറ്റ് യോഗ്യതകളുണ്ട്, അക്കൗണ്ട് ടെസ്റ്റ് പാസ്സായിട്ടുണ്ട്. പക്ഷേ നിയമപുസ്തകത്തിൽ, അതായത് കേരള എഡ്യൂക്കേഷൻ റൂൾസില്, അതെ, KERൽ ഹെഡ്മാസ്റ്റർ ആകാനുള്ള അടിസ്ഥാന യോഗ്യതകളിലൊന്ന് ബി.എഡ് ആണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ പ്രൊമോഷൻ തടയപ്പെട്ടു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലും സർക്കാരും ആ നിയമത്തിനൊപ്പം നിന്നു. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി അഭിമുഖത്തിന് തയ്യാറെടുക്കുമ്പോൾ തന്നെ ഈ KER പോലുള്ള നിയമങ്ങളെക്കുറിച്ച് എവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? ഇത് അഭിമുഖത്തിൽ ചോദ്യമായി വരാൻ സാധ്യതയുണ്ടോ? അഭിമുഖത്തിൽ KERലെ വകുപ്പുകൾ നേരിട്ട് ചോദിച്ചെന്നു വരില്ല. പക്ഷേ അതിന്റെ പ്രാധാന്യം വരുന്നത് മറ്റൊരിടത്താണ്. അതെവിടെയാണ്? ഉദാഹരണത്തിന്, ഈ ജോലിയിൽ നിന്ന് നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് എവിടെ എത്താനാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു ചോദ്യം വന്നുവെന്നിരിക്കട്ടെ. സീനിയോറിറ്റി അനുസരിച്ച് ഒരു ഹെഡ്മാസ്റ്ററാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അതിനു വേണ്ട യോഗ്യതകളെക്കുറിച്ച് എനിക്കറിയാം, ആവശ്യമെങ്കിൽ അധിക യോഗ്യതകൾ നേടാൻ ഞാൻ തയ്യാറാണെന്നുകൂടി സൂചിപ്പിക്കാനായാൽ അത് വലിയൊരു പ്ലസ് പോയിന്റാണ്. അത് നിങ്ങളെ ദീർഘവീക്ഷണത്തെയാണ് കാണിക്കുന്നത്. അതെ, ഈ ജോലിയിലുള്ള നിങ്ങളുടെ താൽപ്പര്യത്തെയാണ് അത് കാണിക്കുന്നത്. നിങ്ങൾ വെറുതെ ജോലിക്ക് വരുന്ന ആളല്ല, ഒരു കരിയർ പടുത്തുയർത്താൻ വരുന്ന ആളാണെന്ന സന്ദേശം നൽകും. അതായത് അഭിമുഖം ജയിക്കുക എന്നത് ആദ്യത്തെ പടി മാത്രം. ആ സർക്കാർ സംവിധാനത്തിനുള്ളിൽ എങ്ങനെ വളരാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണ കൂടി വേണം. അത് നിയമങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. തീർച്ചയായും. ആ നിയമങ്ങളും ചട്ടങ്ങളുമാണ് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിന്റെ അടിത്തറ. അഭിമുഖമെന്നത് ആ സംവിധാനത്തിലേക്കുള്ള പ്രവേശന കവാടം മാത്രമാണ്. അപ്പോൾ നമ്മളൊരു പൂർണ്ണ ചിത്രം വരച്ചിരിക്കുകയാണ്. വിഷയത്തിലുള്ള അറിവിൽ തുടങ്ങി അഭിമുഖമുറിയിലെ പ്രകടനവും പെരുമാറ്റവും കടന്ന് ഭാവിയിലെ ഔദ്യോഗിക വളർച്ചയെ സ്വാധീനിക്കുന്ന നിയമങ്ങൾ വരെ നമ്മൾ സംസാരിച്ചു. അതെ, തയ്യാറെടുപ്പ്, പ്രകടനം, പിന്നെ ദീർഘവീക്ഷണം, ഈ 3 ഘടകങ്ങളും ഒരുപോലെ പ്രധാനമാണ്. ശരിയാണ്. ഒരു നല്ല അധ്യാപകനാകാൻ വിഷയജ്ഞാനം മാത്രം പോരാ, ഒരു നല്ല സർക്കാരുദ്യോഗസ്ഥനാകാൻ നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണയും ആവശ്യമാണ്. വസ്ത്രധാരണത്തിലെ സൂക്ഷ്മത മുതൽ നിയമപരമായ കാര്യങ്ങൾ വരെ നമ്മൾ ചർച്ച ചെയ്തു. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. തീർച്ചയായും. മാറ്റങ്ങളെ ഉൾക്കൊള്ളേണ്ടതിനെക്കുറിച്ച് ഈ രേഖകൾ ആവർത്തിച്ചു പറയുന്നുണ്ട്. പുതിയ സാങ്കേതികവിദ്യ, കോവിഡിന് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ പെരുമാറ്റം, പുതിയ പാഠ്യപദ്ധതികൾ. അഭിമുഖം നിങ്ങളുടെ ഇപ്പോഴത്തെ അറിവിനെയാണ് പരീക്ഷിക്കുന്നത്. എന്നാൽ ഈ ജോലി നിങ്ങളുടെ അടുത്ത 30 വർഷത്തെ പഠിക്കാനും മാറാനുമുള്ള കഴിവിനെയാണ് പരീക്ഷിക്കാൻ പോകുന്നത്. വളരെ ശരിയാണ്. അപ്പോൾ യഥാർത്ഥ ചോദ്യം എന്തുകൊണ്ട് നിങ്ങൾ ഇന്നൊരു അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്നു എന്നല്ല, മറിച്ച് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് 2040 നിങ്ങൾ എങ്ങനെ ഒരു മികച്ച അധ്യാപകനായി തുടരും എന്നതാണ്. ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ.